നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾക്ക് കണ്ണനോടുണ്ടാവുന്ന പ്രേമഭാവത്തിലുള്ള ഭക്തിനെ കുറിച്ചിട്ടാണ്. കണ്ണനെ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാമല്ലോ. മകനായിട്ടോ, സഹോദരനായിട്ടോ, അച്ഛനായിട്ടോ, കൂട്ടുകാരനായിട്ടോ, ഗുരുവായിട്ടോ ഒക്കെ കാണാം. പക്ഷേ കണ്ണനെ പ്രേമഭാവത്തിൽ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, സമാധാനവും ആ ഒരു സംരക്ഷണവും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. കണ്ണിന് കാമുകനായിട്ട് കാണുന്ന കുറേ ഗോപികമാരുണ്ട്. കാമുകൻ, കാമുകി എന്നുള്ള വാക്കുകൾക്കൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ മോശമായ രീതിയിലാണ് ആ വാക്കുകളൊക്കെ കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. കാമുകൻ, കാമുകി എന്ന് പറയുമ്പോൾ അവിടെ മനസ്സുകൊണ്ടുള്ള ആ ഒരു ബന്ധമാണ് ഉള്ളത്. കണ്ണിനായിട്ട് നമ്മൾക്ക് കണ്ണിനെ കാമുകനായിട്ട് കാണുമെന്ന് പറയുമ്പോൾ കണ്ണിനെ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പലരും വിചാരിക്കുന്ന പോലെ മോശമായ ഒരു ബന്ധം അവിടെ ഒരിക്കലും വരുന്നില്ല. ഇപ്പോൾ കണ്ണന് ഗോപികമാരായിട്ടുണ്ടായിരുന്ന ബന്ധം എങ്ങനെയായിരുന്നു? കാമുക കാമുകി എന്നുള്ള രീതി തന്നെയായിരുന്നു. എന്നുവെച്ചിട്ട് അവിടെ എന്തെങ്കിലും മോശമുണ്ടോ? ഒരിക്കലും ഇല്ല. ശരീരങ്ങൾ കൊണ്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് പരമാത്മാവും നമ്മൾ ജീവാത്മാക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് ഗോപികമാരും കണ്ണനും തമ്മിലുണ്ടായിരുന്നത്. അതുപോലത്തെ ഒരു ബന്ധം തന്നെയാണ് നമ്മൾക്ക് കണ്ണനോട് വേണ്ടത്. ഒരു ബന്ധവും പ്രാധാന്യവും ശരീരത്തിനില്ല. ഇവിടെ പ്രാധാന്യം എന്തിനാണെന്ന് വെച്ചാൽ ആ പരമാത്മാവിലോട്ട് ഈ ജീവാത്മാവ് ചേരുന്നതാണ്. അതാണ് ആ ബന്ധത്തിലുണ്ടാവുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരു മോശമായ ഒരു ബന്ധം അവിടെ ഇല്ല. വൃന്ദാവനത്തിലെ ഗോപികമാരൊക്കെ കണ്ടിട്ടില്ലേ? കണ്ണിൻ്റെ ഭജന വെച്ചിട്ട് അവരെങ്ങനെയാണ് അങ്ങനെ നൃത്തം ചെയ്യണതെന്ന്. എന്ന് വെച്ചാൽ ഒരു സന്തോഷമാണത്. ആ ഒരു പരമാത്മാവിനായിട്ട് നമ്മുടെ ജീവാത്മാവ് ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷമാണ് അവിടെ ഉണ്ടാവുന്നത്. അത് നമ്മൾക്ക് ചെയ്താലും നമ്മൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ കണ്ണിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിട്ട് അതിലോട്ടൊന്ന് ആ പാട്ടിലോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മളിപ്പോൾ കണ്ണിൻ്റെ കാമുകനായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു പ്രേമം ഉള്ളൊരു പാട്ട്, കണ്ണൻ്റെ രാധേൻ്റെ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു പാട്ട് വെച്ചിട്ട് നമ്മൾക്ക് കണ്ണിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന്. കണ്ണിനെ സേവിക്കുന്നതായിട്ട് ധ്യാനിക്കാം, കണ്ണിനായിട്ട് നൃത്തം ചെയ്യുന്നതായിട്ട് ധ്യാനിക്കാം, കണ്ണിനെ മകനായിട്ട് കാണുന്നതെങ്കിൽ കണ്ണിനെ ഇങ്ങനെ ഊട്ടുന്നതായിട്ടോ ഉറക്കുന്നതായിട്ടോ കണ്ണിനായിട്ട് കളിക്കുന്നതായിട്ടോ അങ്ങനെ നമ്മൾ ഏത് രീതിയിലാണ് കണ്ണിനെ കാണുന്നത് അങ്ങനെ നമുക്ക് കണ്ണിനെ സേവിക്കുന്നതായിട്ട് നമുക്ക് ധ്യാനിക്കാം. ഇപ്പോൾ ഇവിടെ കണ്ണിനെ കാമുകനായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ കണ്ണിനായിട്ട് നൃത്തം ചെയ്യുന്നത് പോലെയൊക്കെ നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കൂ. നമ്മൾ ആ ഒരു പാട്ടിൽ ഇങ്ങനെ ലയിച്ചിങ്ങനെ നമ്മൾ ആ ഒരു വേറൊരു ലോകത്തിലോട്ടായിരിക്കും പോവുക. അവിടെ ശരിക്കും നമ്മൾ കണ്ണിനായിട്ട് ആ ഒരു പരമാത്മാവിനായിട്ട് നമ്മുടെ ജീവാത്മാവ് ചേരണതാണത്. നമ്മൾക്ക് അതിലോട്ട് ആ പാട്ടിലോട്ട് ഇങ്ങനെ ലയിക്കാൻ പറ്റണം. നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ കൂടെയാണ്. വേറെ ഗോപികമാരുമുണ്ട്, രാധയുമുണ്ട്, എല്ലാവരും കൂടി ഇങ്ങനെ വൃന്ദാവനത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു. ധ്യാനിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കണ്ണിനായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ടാവുന്നത് കാണാൻ പറ്റും. കണ്ണിന് ഏത് രൂപത്തിൽ കണ്ടാലും കണ്ണിന് കുഴപ്പമില്ല. കണ്ണൻ ആ രൂപത്തിൽ തന്നെയായിരിക്കും നമ്മളുടെ അടുത്തോട്ട് വരിക. ഇവിടെ നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ണിന് കാമുകനായിട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? കണ്ണൻ ദൈവമല്ലേ? കണ്ണിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ എന്നൊന്നും നമ്മൾ വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കണ്ണിനെ ദൈവമായിട്ട് കാണണം എന്നുള്ളതല്ല കണ്ണിൻ്റെ ആഗ്രഹം. കണ്ണിനെ നമ്മൾ നമ്മുടെ ഒരു സ്വന്തം ആളായിട്ട് കാണണം എന്നുള്ളതാണ് കണ്ണിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ കണ്ണൻ കൃഷ്ണാവതാരം എടുത്ത സമയത്ത് വൃന്ദാവനത്തിലെ ആരും കണ്ണനെ ദൈവമായിട്ട് കാണണം എന്നത് കണ്ണന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കണ്ണൻ പരമാത്മാവിൻ്റെ അവതാരമാണെന്നുള്ള രഹസ്യം പോലും കണ്ണൻ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് കണ്ണൻ ഒരു സാധാരണ ബാലൻ്റെ പോലെ വൃന്ദാവനത്തിൽ കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണന് വൃന്ദാവനം ഇത്ര പ്രിയപ്പെട്ടതായത്. വേറെ ഏതൊരു സ്ഥലത്തിനേക്കാളും കണ്ണന് വൃന്ദാവനം എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. ഇപ്പോഴും മധുരയിനേക്കാളും ദ്വാരകയിനേക്കാളും കണ്ണൻ വൃന്ദാവനത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. മധുരയിലായാലും ദ്വാരകയിലായാലും ഒന്നും കണ്ണന് വൃന്ദാവനത്തിൻ്റെ അത്രയും സന്തോഷമില്ലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് കണ്ണന് വൃന്ദാവനം തന്നെയായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള ആരും കണ്ണിനെ ദൈവമായിട്ട് കണ്ടിരുന്നില്ല. അവരെല്ലാം ഒരാളായിട്ടായിരുന്നു കണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾക്കും കണ്ണിനെ നമ്മളുടെ കാമുകനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ കാണാം. മകനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കാണാം.
അതുകൊണ്ട് കണ്ണിനെ ഇങ്ങനെ കണ്ടു, കണ്ണിനെ ഇങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു എന്ന് വിചാരിച്ചിട്ട് കണ്ണിന് ഒരിക്കലും പരിഭവം ഉണ്ടാവില്ല. കണ്ണിന് അതാണ് വേണ്ടത്. അതുകൊണ്ട് അതിലൊരു തെറ്റുമില്ല. കണ്ണിനെ കാമുകനായി കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒരു തെറ്റും അതിൽ ഇല്ല. നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥാനം കൊടുത്തിട്ടാണ് കണ്ണിനോട് നമ്മളുടെ വിഷമങ്ങളും നമ്മളുടെ പരിഭവങ്ങളൊക്കെ പറയണത് എന്നുണ്ടെങ്കിൽ കണ്ണൻ അത് കൂടുതൽ പെട്ടെന്ന് കേൾക്കും. കാരണം നമ്മൾക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ എന്തെങ്കിലും പരിഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കും. അവർക്ക് മനസ്സിലാവുന്ന അത്രയും ചിലപ്പോൾ വേറെ നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണിനെ നമ്മളുടെ പ്രിയപ്പെട്ട ഒരാളായിട്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു ബന്ധം കൊടുത്തിട്ട് കണ്ണിനെ കാണാണ് എന്നുണ്ടെങ്കിൽ കണ്ണൻ ആ വിളി പെട്ടെന്ന് കേൾക്കും. നമ്മളുടെ പരിഭവം എന്താണോ പരാതി എന്താണോ നമ്മൾക്ക് എല്ലാം കണ്ണനോട് പറയാം. അതിലൊന്നും ഒരു നിയന്ത്രണവും ഇല്ല. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് കണ്ണനെ കാമുകനായിട്ട് കാണുമ്പോഴും നമ്മൾക്ക് നമ്മളുടെ പരിഭവങ്ങൾ പറയാം, കണ്ണനോട് പിണങ്ങാം, ഒരു പ്രശ്നമില്ല. കണ്ണന് അതിൽ സന്തോഷമേ ഉള്ളൂ. കണ്ണിനെ കാമുകനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു വികാരം എന്താണെന്ന് നമ്മൾക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ നമ്മൾക്ക് ഒരിക്കലും പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അല്ലാണ്ട് നമ്മൾക്ക് വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു വികാരമല്ല അത്. കണ്ണിനെ കാമുകനായിട്ട് കണ്ടിട്ട് കണ്ണൻ്റെ നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് കണ്ണിൻ്റെ വൃന്ദാവനത്തിലോട്ട് പോയിട്ട് നൃത്തമൊക്കെ ചെയ്ത് എല്ലാ ഗോപികമാരും രാധാറാണി എല്ലാവരും കൂടി നൃത്തമൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ ഒരു പരമാത്മാവിനായിട്ട് നമ്മളുടെ ജീവാത്മാവ് ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം എന്താണെന്ന് വാക്കുകളിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തോട്ട് വരണമെന്ന് നമ്മൾക്ക് തോന്നില്ല. അത്രയും അടുപ്പായിരിക്കും നമ്മൾക്ക് കണ്ണനോട് ഉണ്ടാവുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണനെ ഇങ്ങനെ ധ്യാനിച്ചിരുന്നാൽ മതി. ഒരു നല്ലൊരു പാട്ടൊക്കെ കേട്ട് കണ്ണൻ്റെ ഒരു നല്ലൊരു പ്രേമഭക്തി ഗാനങ്ങൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കുറേ ഉണ്ടാവും. ഇങ്ങനെ കണ്ണൻ്റെ രാധേൻ്റെയും പ്രേമത്തിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ധ്യാനിച്ചിരുന്ന് നോക്കൂ. നമ്മൾക്ക് കണ്ണിനായിട്ടെന്നുള്ള അടുപ്പം കൂടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഗോപികമാരൊക്കെ കണ്ണിൻ്റെ മുരളിഗാനം കേൾക്കുമ്പോൾ എല്ലാവരും എല്ലാം മറന്ന് അവരെന്ത് പണിയാണോ ചെയ്യുന്നത് അതെല്ലാം വിട്ടിട്ട് മറന്നിട്ടാണ് അവർ കണ്ണിൻ്റെ അടുത്തോട്ട് ഓടിയെത്താറുണ്ടായിരുന്നത്. കാരണം എന്താണ്, അത് അത്രയും ഒരു നല്ലൊരു അനുഭവം തന്നെയാണത്. ഇവിടെ ഈ ഗോപികമാരെന്ന് പറയുന്നതൊക്കെ കാമുകിമാർ തന്നെയായിരുന്നു. അതിനും ഒരു മോശമായിട്ടും നമ്മൾക്കത് കാണേണ്ട ആവശ്യമില്ല. കണ്ണനെയും ഗോപികമാരെയും ഇവിടെ കാമുകൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പരിശുദ്ധമായ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് കാമുകന്മാർക്ക് എന്ന് പറയുന്ന ഒരു മോശമായ അർത്ഥവും ഈ കണ്ണൻ്റെയും ഗോപികമാരുടെയും കാര്യത്തിലില്ല. അത്രയും പരിശുദ്ധമായൊരു ബന്ധമാണത്. അവിടെ കണ്ണൻ്റെ മനസ്സും നമ്മുടെ മനസ്സും കൂടിയിട്ടാണ് ഒന്നാവുന്നത്. അത്രയും ദിവ്യമായൊരു അനുഭവമാണത്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അല്ലാണ്ട് വാക്കുകളിൽ ഒരിക്കലും പറയാൻ പറ്റില്ല അത് ആ ഒരു അനുഭവം എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ കണ്ണനെ കാമുകനായി കണ്ടു എന്ന് വിചാരിച്ച് നമ്മൾക്കിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഗോപികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ണനെ കാമുകനായി കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഭർത്താവിനായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാവണം എന്നൊന്നുമില്ല കേട്ടോ. അത് രണ്ട് തരത്തിലുള്ള ഒരു ബന്ധം തന്നെയാണത്. ഇവിടെ നമ്മൾ ഒന്നിക്കുന്നത് നമ്മളുടെ കണ്ണനായിട്ട് മനസ്സുകൊണ്ടാണ്. നമ്മുടെ ആത്മാവും നമ്മുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ കണ്ണനെ കാമുകനായി കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കണ്ണനെ കാമുകനായി ഒരു പെണ്ണ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭർത്താവിനായിട്ടുള്ള ജീവിതമൊന്നും ഉണ്ടാവില്ല എന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് രണ്ട് തരമാണത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾക്ക് ദൈവികമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഭവമാണത്. വേറെ ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഭൗതിക സുഖങ്ങളാണത്. അത് വേറെ തരത്തിലുള്ളതാണ്. ഇത് വേറെ തരമാണ്. രണ്ട് തരമാണ്. അല്ലാണ്ട് ഒരിക്കലും കണ്ണനെ ഏതെങ്കിലും ഒരു ഗോപിക കണ്ണനെ കാമുകനായി കണ്ടു അല്ലെങ്കിൽ കണ്ണനോട് ഭയങ്കര ഇഷ്ടമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടെ ഭർത്താവിനെ ഇഷ്ടമില്ല അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം അവർ നോക്കണില്ല എന്നൊന്നും ഒരിക്കലും ഒരാളും വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാനും പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾക്കുണ്ട്. അതിൽ നിന്നൊന്നും ഒരിക്കലും നമ്മൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതിപ്പോൾ നമ്മൾ കണ്ണിനെ നമ്മളുടെ ഒരു കാമുകനായി കണ്ടു, നമ്മൾക്ക് കണ്ണോട് ഭയങ്കര പ്രിയമാണ്, ഭയങ്കര ഇഷ്ടമാണ്, കണ്ണിന് വേണ്ടി നമ്മൾ
മാല കെട്ടി കൊടുക്കുന്നു, കണ്ണിന് വേണ്ടി നമ്മൾ ഓരോന്ന് മേടിച്ച് കൊടുക്കുന്നു എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. അത് മറന്നിട്ടുണ്ടെങ്കിൽ കണ്ണിന് ഒരിക്കലും നമ്മൾക്ക് കിട്ടൂല്ല. കാരണം ഗീതയിൽ കണ്ണൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ ഈ ജന്മം എടുത്തിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്യും വേണം. അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിന് നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാളായിട്ട് കണ്ട് നമ്മൾക്ക് കണ്ണിനെ കൊണ്ട് നടക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾക്ക് പങ്കിടാനും നമ്മൾക്ക് കണ്ണുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് തുറന്നു പറയാനും നമ്മൾക്ക് ഓരോന്ന് സഹായം ചോദിക്കാനും ഒക്കെ നമ്മളുടെ കണ്ണുണ്ട്. നമ്മൾക്ക് കണ്ണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും ചെയ്യും. അങ്ങനത്തെ ഒരു ബന്ധം കണ്ണിനായിട്ട് കൊണ്ട് നടക്കുക. അല്ലാണ്ട് കണ്ണനെ കാമുകനായി കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഭർത്താവിനെ മക്കളെ മറന്നിട്ടുള്ള ഒരു ജീവിതമല്ല അത്. അവരെയും കൂടെ കൂട്ടിയിട്ടുള്ള ജീവിതം തന്നെയാണത്. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിനെ നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ഒരാളായിട്ട് കൊണ്ട് നടക്കുക. അതിപ്പോൾ മകനായിട്ടോ കാമുകനായിട്ടോ എങ്ങനെ വേണമെങ്കിലും കണ്ടാലും പ്രശ്നമില്ല. ഈ ആത്മാവും ആ പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ഭാവത്തിൽ കണ്ണിനെ കണ്ടാലും അതൊന്നും ഒരിക്കലും നമ്മളുടെ ഈ ജീവിതത്തിൽ അതൊരിക്കലും ബാധിക്കില്ല. നല്ല രീതിയിലേ അതുണ്ടാവുള്ളൂ. കാരണം നമ്മൾക്ക് ഒരു കൂട്ടായി, നമ്മൾക്കൊരു കൂട്ടുണ്ട്, കണ്ണിന് കൂട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾക്ക് കണ്ണും കൂട്ടുണ്ട്. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് മോശമായിട്ടൊന്നും അത് ഒരിക്കലും നമ്മളുടെ ബാധിക്കില്ല. ചില ആൾക്കാർ വിചാരിക്കും കണ്ണിനെ ഭയങ്കരമായിട്ട് അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൗതിക സുഖങ്ങളൊന്നും കിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ കേട്ടിട്ടുമുണ്ട്. കണ്ണിനെ കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവർ കണ്ണിനോട് കൂടുതൽ പ്രേമം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഭൗതിക സുഖങ്ങളൊന്നും വേണ്ട എന്ന്. അത് തെറ്റായ ധാരണ. കണ്ണിനെ നേടിയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഭൗതിക സുഖങ്ങൾ നമ്മൾ വേണ്ട എന്നല്ല. അതും ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് അതിനോട് താല്പര്യം കുറവായിരിക്കും. കാരണം നമ്മൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ആളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ എന്തിനോടെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? നമ്മൾക്ക് താല്പര്യം കുറവാകുന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളതൊക്കെ ഉപേക്ഷിച്ച് സന്യാസിക്കാൻ പോകുമെന്നൊന്നുമില്ല കേട്ടോ. പലരും പറയുന്നുണ്ട് കണ്ണിനെ കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സുഖങ്ങളും ജീവിതത്തിൽ നിന്ന് പോകും, കണ്ണൻ എല്ലാ സുഖങ്ങളും ഇല്ലാണ്ടാക്കും, നമ്മളത് വേണ്ടാന്ന് വയ്ക്കും, കണ്ണൻ അത് ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റായ ധാരണകളാണ്. കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ എങ്ങനെയായിരുന്നു? നല്ല അടിച്ചു പൊളിച്ച് നടന്ന ഒരാളല്ലേ? എന്തെങ്കിലും സന്യാസിൻ്റെ പോലെ നടന്ന ഒരാളായിരുന്നോ? അല്ല. എല്ലാ കുറുമ്പും എല്ലാം ചെയ്തിട്ട് തന്നെയാണ് മൂപ്പര് കൃഷ്ണാവതാരത്തിൽ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും കണ്ണിനെ നമ്മൾ കൂടെ കൂട്ടി എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഭൗതിക സുഖങ്ങളൊക്കെ നഷ്ടമായി എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കുന്നോ എന്നൊന്നും അർത്ഥമില്ല. അത് ശുദ്ധ വിഡ്ഢിത്തരം തന്നെയാണ് പറയണത്. കണ്ണിനെ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലോട്ട് വരും, എല്ലാ ഭൗതിക സുഖങ്ങളിലും വരും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വൃത്തിയാക്കി പരിശുദ്ധമാക്കി കഴിഞ്ഞിട്ടേ നമ്മൾക്ക് തരേണ്ടത് തരുള്ളൂ. അല്ലാണ്ട് അതിനൊക്കെ മുമ്പ് ഒന്നും തരില്ല. നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങളൊക്കെ അനുഭവിച്ച് നമ്മളെ ശുദ്ധമാക്കി നമ്മളെ വളച്ചെടുക്കും. പക്ഷെ ഒടിക്കില്ല കേട്ടോ, വളച്ചെടുക്കും. നമ്മളെ വൃത്തിയാക്കണം, ശുദ്ധമാക്കി നമ്മളെ ഒന്നുമല്ല എന്ന് നമ്മൾക്ക് തന്നെ തോന്നും. മനസ്സിലാവും ഞാനൊന്നുമല്ല എന്ന് നമ്മൾക്ക് തോന്നും. എന്നുവെച്ചാൽ നമ്മൾ അത്രയും പരിശുദ്ധമാക്കിയെടുക്കും. ആ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ഞാൻ എന്നൊരു അഹങ്കാരം, ആ ഒരു അഹങ്കാരം നമ്മളിൽ നിന്നെടുക്കും. അതുവരെ നമ്മളെ കണ്ടിട്ട് കഷ്ടപ്പെടുത്തുക എന്നല്ല, നമ്മൾ അനുഭവിക്കേണ്ടതായിരുന്നു അതൊക്കെ. നമ്മളുടെ മുൻജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ്. അപ്പോൾ അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ജന്മത്തിലുള്ള നല്ല കർമ്മങ്ങളുടെ ഫലങ്ങളും മുൻജന്മത്തിലുള്ള നല്ല കർമ്മങ്ങളുടെ ഫലങ്ങളും നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് കൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നഷ്ടമായി എന്ന്. അതങ്ങനെയല്ല. കൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നഷ്ടമാവും, പക്ഷേ അത് നല്ലതല്ല. നമ്മളെ മുൻജന്മത്തിലെ പാപങ്ങളുടെ ഫലങ്ങളാണ് ഇങ്ങനെ നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മൾ അനുഭവിച്ചങ്ങനെ നഷ്ടമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നല്ല നല്ല കാര്യങ്ങളല്ല നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്, മോശമായ കാര്യങ്ങളാണ് വിട്ടുപോകുന്നത്. അതൊക്കെ നമ്മൾക്ക് നഷ്ടമാകും. മോശമായ നമ്മളിലുള്ള എല്ലാ അഹങ്കാരങ്ങളും എല്ലാം നമ്മൾക്ക് നഷ്ടമാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് നല്ലത് തരും. അതുകൊണ്ട് കണ്ണിനെ കാമുകനായി കണ്ടുവച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ.
അപ്പോൾ നമ്മളുടെ ഗോപികമാരിൽ ആർക്കൊക്കെ കണ്ണനെ കാമുകനെ കണ്ടിട്ട് ഇങ്ങനെ ഓരോ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.